ഓൾ വെൽക്കം ബാക്ക് ടു K2CSE. സോ നമ്മുടെ പ്രിമിറ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഈ വീഡിയോയിലൂടെ കഴിയുന്നതാണ്. സോ ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ, ആദ്യത്തെ ഫിഗർ എന്ന് പറഞ്ഞാൽ ബ്ലോക്കിംഗ് സിങ്ക്രണസ് സെൻറ്റും ബ്ലോക്കിംഗ് റിസീവും. ഇവിടെ വന്നിട്ട് നോൺ ബ്ലോക്കിംഗ് സിങ്ക്രണസ് സെൻറ്റും നോൺ ബ്ലോക്കിംഗ് റിസീവും ആണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, പ്രോസസ്സ് ഐ എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്ററിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യുന്നു, ആ യൂസർ ബഫറിലോട്ട് കോപ്പി ആവുന്നു. അതാണ് ബഫർ ഓഫ് ഐ. ദെൻ അതെന്ത് ചെയ്യുന്നു, കേർണൽ ബഫറിലോട്ട് കോപ്പി ആവുന്നു. അപ്പോൾ ഈ നമ്മുടെ സെൻറ്ററിൽ നിന്ന് അയക്കുന്ന ഡേറ്റ യൂസർ ബഫറിലോട്ട് കോപ്പി ആവുന്ന ടൈമാണ് ഈ ഡാർക്ക് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, ഇത്രയും ടൈം. ദെൻ എന്താ കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസർ ബഫറിൽ കോപ്പി ആയ ഡേറ്റ കേർണൽ ബഫറിലോട്ട് കോപ്പി ആവാൻ എടുക്കുന്ന ടൈം, അതാണ് ഈ ഡാർക്കിൽ കാണിച്ചേക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റ് അത് റിസീവറിലോട്ട് പോകും. ഇപ്പോൾ റിസീവറിൽ ഡേറ്റ പോകുമ്പോഴത്തേന് എന്ത് ചെയ്യും, അതാണ് ഈ ഡൗൺ ആരോ. ഓക്കെ, റിസീവറിലോട്ട് ഡേറ്റ പോകുമ്പോൾ എന്ത് ചെയ്യും, റിസീവർ തിരിച്ചൊരു അക്നോളജ്മെൻറ്റ് സെൻറ്ററിന് കൊടുക്കും. അതാണ് ഈ അപ്പ് ആരോ കൊടുത്തേക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ എന്ത് ചെയ്യും, ആ അക്നോളജ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ സെൻറ്റർ എന്ത് ചെയ്യത്തുള്ളൂ, അടുത്തത് സെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോഴേ എന്താവത്തുള്ളൂ, നമ്മുടെ സെൻഡ് കംപ്ലീറ്റ് ആവും. സെൻഡ് കംപ്ലീറ്റിനെയാണ് S_C എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് ഡേറ്റ അയച്ച് സെൻഡ് കംപ്ലീറ്റ് ആവുന്നത് വരെയുള്ള ഈ പീരീഡിനെയാണ് ഒരു ബോക്സ് ഇട്ട് വരച്ചേക്കുന്നത്. അവിടെ ഫില്ലിങ്സ് ഒന്നുമില്ല, അതുവരെ അത് ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഈ ഫിഗർ ക്ലിയർ ആയല്ലോ. ഇനി ഇതെന്ന് പറയുന്നത് എന്തുവാ, ഇത് നമ്മുടെ ബ്ലോക്കിംഗ് സിങ്ക്രണസ് സെൻറ്റ്. ഇതിനി ബ്ലോക്കിംഗ് റിസീവ് ആണ് പറയുന്നത്. ബ്ലോക്കിംഗ് റിസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, റിസീവ് കോൾ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു. അണ്ടർ ദ ഡേറ്റ ഈസ് അറൈവ്ഡ്, ആ ഒരു ഡേറ്റ അറൈവ് ആവുന്നത് വരെ റിസീവ് കോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി എന്താ, ഡേറ്റ അറൈവ് ആകുമ്പോഴത്തേന് യൂസർ ബഫറിൽ നിന്ന് കേർണൽ ബഫറിലോട്ട് കോപ്പി ചെയ്യുന്നു, കൺട്രോൾ റിട്ടേൺ ചെയ്യുന്നു. അതേ സംഭവം തന്നെയാണ്. അതായത് ഒരു ഡേറ്റ കിട്ടുന്നത് വരെ റിസീവ് എന്താ ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നതാണ്, ബ്ലാങ്ക് സ്പേസ് കൊടുത്തേക്കുന്നത്. അപ്പോഴത്തേനും മാത്രമേ റിസീവ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു, ഡേറ്റ പ്രോസസ്സ് ആണെങ്കിൽ അത് യൂസർ ബഫറിൽ നിന്ന് കേർണൽ ബഫറിലോട്ട് കോപ്പി ചെയ്യുന്നു. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ പ്രോസസ്സ് റിസീവ് കംപ്ലീറ്റ്. അതാണ് ഇവിടുത്തെ ഈ ഡൗൺ ആരോ രണ്ടാമത് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ആരോ തന്നെ രണ്ട് ഇതിനെയും കൂടെ ഡിനോട്ട് ചെയ്തേക്കാണ്. അന്നേരം മാത്രമേ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, ദെൻ ഇത് നോക്കാം നമുക്ക്. നോൺ ബ്ലോക്കിംഗ് സിങ്ക്രണസ് സെൻറ്റും നോൺ ബ്ലോക്കിംഗ് റിസീവും. അപ്പോൾ ഇവിടെ നോൺ ബ്ലോക്കിംഗ് സിങ്ക്രണസ് സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ യൂസർ ബഫറിൽ നിന്ന് കേർണൽ ബഫറിലോട്ട് കോപ്പി ആവുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ റിട്ടേൺ ചെയ്യുന്നു. അതാണ് ഇവിടെ ബാക്കിലോട്ട് ഒരു ആരോ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ യൂസർ ബഫറിൽ നിന്ന് കേർണൽ ബഫറിലോട്ട് കോപ്പി ചെയ്യുന്ന ടൈമാണ് ഇവിടെ ഡാർക്കായിട്ട് കൊടുത്തേക്കുന്നത്. ദെൻ കേർണൽ ബഫറിൽ നിന്ന് യൂസർ ബഫറിലോട്ട് ഇത് യൂസർ ബഫറിലോട്ട് കോപ്പി ആവുന്നത് ഈ ഡാർക്ക് ആരോയും, യൂസർ ബഫറിൽ നിന്ന് കേർണൽ ബഫറിലോട്ട് കോപ്പി ആവുന്നതാണ് ഈ ഡാർക്ക് ആരോ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡേറ്റ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മുടെ സെൻറ്ററിൽ നിന്ന് യൂസർ ബഫറിലോട്ട് കോപ്പി ആവുന്നു, ദെൻ കേർണൽ ബഫറിലോട്ട് കോപ്പി ആവുന്നു. അന്നേരം തന്നെ കൺട്രോൾ റിട്ടേൺ പോകുന്നു. അപ്പോൾ അതുവരെയുള്ള ടൈം ആണ് ഇത്രയും നേരം. അത്രയും നേരം ഇതെന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ആയിരിക്കുന്നു. ബ്ലോക്കാണ് ഈ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ഡേറ്റ യൂസർ ബഫറിലോട്ട് കോപ്പി ആവുന്ന ടൈമാണ് ഈ ഡാർക്കായിട്ട് കൊടുത്തേക്കുന്നത്. ദെൻ നമ്മുടെ ഡേറ്റ യൂസർ ബഫറിൽ നിന്ന് കേർണൽ ബഫറിലോട്ടുള്ളതാണ് ഈ ഡാർക്കായിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോസസ്സ് സെൻറ്ററിൽ നിന്ന് കംപ്ലീറ്റ് ആക്കുന്നു. ഇവിടെ വെയിറ്റ് വെച്ചിട്ടുണ്ട്, ഓരോ ഹാൻഡിലും ഇഷ്യൂ ആയോ ഇല്ലയോ എന്ന് നോക്കാൻ. ഈ P റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റ് ഇല്ലേ, അതേപോലെ മുമ്പേ ഇനിഷ്യേറ്റ് ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ P കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നോൺ ബ്ലോക്കിംഗ് റിസീവ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ റിസീവ് കോൾ എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യുന്നത്, കേർണൽ ഉപയോഗിച്ചിട്ടാണ് റിസീവ് ചെയ്യുന്നത്. എന്നിട്ട് ഹാൻഡിലൊക്കെ റിട്ടേൺ ചെയ്യും, എന്നിട്ട് വെയിറ്റ് ഓപ്പറേഷൻ ചെക്ക് ചെയ്യും. അത് തന്നെയാണ്, അതായത് നമ്മുടെ റിസീവ് കോൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് വരുന്നു, അത് കേർണൽ ഉപയോഗിച്ച് റിസീവ് ചെയ്യുന്നു, ദെൻ ഹാൻഡിലൊക്കെ റിട്ടേൺ ചെയ്യുന്നു. ദെൻ നമ്മുടെ അപ്പോഴത്തേനുമാണ് റിസീവ്, അതുവരെ ബ്ലോക്കായിരിക്കും. വെയിറ്റ് യൂസ് ചെയ്ത് ചെക്ക് ചെയ്യുന്നു. ദെൻ നേരത്തെ പറഞ്ഞ പോലെ P, ഇത്രയും കാര്യങ്ങളായിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ റിസീവ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മാത്രം മതിയേ. ഓക്കെ, ഇനി അവിടെ ഉള്ള ഒരു സംഭവമാണ് പ്രോസസ് സിങ്ക്രണി. എന്താണ് പ്രോസസ് സിങ്ക്രണി എന്ന് നോക്കാം. ഓൾ പ്രോസസ്സർ എക്സിക്യൂട്ട് ഇൻ എ ലോക്ക് സെറ്റപ്പ് വിത്ത് ദെയർ ക്ലോക്ക് ഈസ് സിങ്ക്രണൈസ്ഡ്. അതായത് എല്ലാ പ്രോസസ്സും എന്താണ്, ഒരു ലോക്ക് സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. ലോക്ക് സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേനും എല്ലാ പ്രോസസ്സിൻ്റെയും ക്ലോക്ക് സിങ്ക്രണൈസ്ഡ് ആയിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത് ലോക്ക് സെറ്റപ്പ് എന്ന് പറയും. എന്താണ്, എല്ലാ പ്രോസസ്സും ഒരു ലോക്ക് സെറ്റപ്പിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഓൾ പ്രോസസ് എക്സിക്യൂട്ട് ഇൻ എ ലോക്ക് സെറ്റപ്പ് വിത്ത് ദെയർ ക്ലോക്ക് ഈസ് സിങ്ക്രണൈസ്ഡ്. അവരുടെ ക്ലോക്കെല്ലാം ഒരു സിങ്ക്രണൈസ്ഡ് മാനറിലായിരിക്കും. ഓക്കെ,
അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെന്ന് പറയുമ്പോഴത്തേനും എന്താണ് ഈ ഫിസിക്കൽ ക്ലോക്കാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിങ്ക്രണൈസേഷൻ പാടാണ്. അതാണ് പറയുന്നത് ഇൻ ദ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം അച്ചീവിങ് സിങ്ക്രണൈസേഷൻ ഈസ് ഹാർഡ് ഡ്യൂ ടു ദ ഫിസിക്കൽ ക്ലോക്ക് ആൻഡ് ആബ്സെൻസ് ഓഫ് ഗ്ലോബൽ ക്ലോക്ക്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ എന്താ ഉള്ളത്, ഫിസിക്കൽ ക്ലോക്കാണുള്ളത്, ഗ്ലോബൽ ക്ലോക്ക് അല്ല. അപ്പോൾ ഫിസിക്കൽ ക്ലോക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ സിങ്ക്രണൈസേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. To achieve this, each processor should execute their previous code after getting the next code. അതായത് ഇത് അച്ചീവ് ചെയ്യണം, അതായത് സിങ്ക്രണൈസേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ പ്രോസസ്സറും, ഇപ്പോൾ ഇതൊരു പ്രോസസ്സർ എ, ഇതൊരു പ്രോസസ്സർ ബി ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ പ്രോസസ്സർ എ അതിൻ്റെ ഫസ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് സെക്കൻഡ് കോഡ് കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കണം. എന്ന് വെച്ചാൽ സെക്കൻഡ് അറൈവ് ചെയ്യുമ്പോൾ ഫസ്റ്റിന് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അത് സിങ്ക്രണൈസ് ആവും. അതാണ് പറയുന്നത് ടു അച്ചീവ് ദിസ് ഈച്ച് പ്രോസസ്സർ ഷുഡ് എക്സിക്യൂട്ട് ദെയർ പ്രീവിയസ് കോഡ് ആഫ്റ്റർ ഗെറ്റിംഗ് ദ നെക്സ്റ്റ് കോഡ്. അതായത് മുന്നേ ഉള്ള കോഡ് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടേ, അടുത്ത കോഡ് കിട്ടിയതിന് ശേഷം. ഇത്രയാണ് പ്രോസസ് സിങ്ക്രണൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ പ്രോസസ്സ് എന്താവും, സിങ്ക്രണൈ ആവും, അതായത് സിങ്ക്രണൈസേഷൻ ആവും. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, എല്ലാ പ്രോസസ്സും ഒരു ലോക്ക് സെറ്റപ്പിലാണ് വർക്ക് ചെയ്യേണ്ടത്. എല്ലാ പ്രോസസ്സറും എക്സിക്യൂട്ട് ചെയ്യുന്നൊരു ലോക്ക് സെറ്റപ്പിലാണ്. അതായത് അവരുടെ ക്ലോക്കൊക്കെ എന്താണ്, സിങ്ക്രണൈസ്ഡ് ആണ്. പക്ഷേ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ഫിസിക്കൽ ക്ലോക്കാണ് യൂസ് ചെയ്യുന്നത്, ഗ്ലോബൽ ക്ലോക്ക് അല്ല. അതുകൊണ്ട് തന്നെ സിങ്ക്രണൈസേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് എന്താണ്, ഹാർഡാണ്. ആ സിങ്ക്രണൈസേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈച്ച് പ്രോസസ്സർ ഷുഡ് എക്സിക്യൂട്ട് ദെയർ പ്രീവിയസ് കോഡ്. ഓരോ പ്രോസസ്സറും എന്ത് ചെയ്യണം, അവരുടെ പ്രീവിയസ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണം ആഫ്റ്റർ ഗെറ്റിംഗ് ദ നെക്സ്റ്റ് കോഡ്. അടുത്ത കോഡ് കിട്ടിയതിന് ശേഷം മാത്രം പ്രീവിയസ് കോഡ് എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. സോ ഇത്രയേ ഉള്ളൂ പ്രോസസ് സിങ്ക്രണി.